ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 ജൂലൈ മാസത്തിൽ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അല്ലെ, നമ്മുടെ ഓരോ രാശിക്കാർക്കുള്ള ഫലങ്ങൾ. നമുക്ക് അധികം താമസിക്കാൻ വീഡിയോ കേൾക്കാം. അതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ അധികം പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അധികം താമസിക്കില്ല, വീഡിയോയിൽ കിടക്കാം. അതിന് മുമ്പ് വീഡിയോയ്ക്കകത്തൊരു ചെറിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കും. പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. ജൂലൈ മാസഫലം. മേടരാശി. അശ്വതി ഫലി കാർത്തിക കാടുകുന്ന 2 നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുന്നത്, അല്ലെ മേടക്കൂർ എന്ന് പറയുക. അപ്പൊ ഇവർക്ക് ജൂലൈ 13 കുജൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുകയും വ്യാഴം 2 വാക്കുസ്ഥാനത്താണ് നിൽക്കുക. ഇവർ ഒന്നിക്കുമ്പോൾ നമുക്കൊരു നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കാനും നമുക്ക് അനുകൂലമായ സമയങ്ങളൊക്കെ തെളിയാൻ യോഗമുള്ള സമയമാണ്. ഗുരുമംഗള യോഗമൊക്കെ അനുഭവത്തിൽ വരുന്നൊരു സമയം തന്നെയായിരിക്കും ഈ ഒരു മാസക്കാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശുക്രൻ 3 നിന്നും 4 7-ാം തീയതി ബുധനോട് ചേരുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. 16-ാം തീയതി സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് രാശി മാറുകയും ചെയ്യും. അപ്പോൾ പൊതുവെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയും ബിസിനസ് സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പുരോഗതിയൊക്കെ നമുക്ക് പറയാവുന്ന സമയമാണ് മേടരാശിയെ സംബന്ധിച്ചോളം ഈ ജൂലൈ മാസം എന്ന് പറയുക. നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തൊരു റിസ്ക് എടുക്കാണ് നമ്മൾ തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥ, നമുക്ക് ഏതൊരു റിസ്ക്കും നമുക്ക് എടുക്കാൻ യാതൊരു മടിയും ഇല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ നമ്മൾ നീങ്ങുന്നതായിട്ടും, നമുക്ക് റിസ്ക് എടുത്താലും വലിയ തരത്തിൽ പേടി നമ്മുടെ ഉള്ളിൽ വരാത്തൊരവസ്ഥയൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ടൈമാണ് ഈ ജൂലൈ മാസം എന്ന് പറയുക. നമുക്ക് ഈ ജോലി ഒന്ന് മാറിയാലോ, അല്ലെ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി ജോലി ചെയ്ത് നോക്കിയാലോ, ഇപ്പം ചെയ്യുന്ന ബിസിനസ് നിർത്തിയിട്ട് വേറൊരു ബിസിനസ് ചെയ്താലോ എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയും നമുക്കൊന്ന് മാറ്റി ചിന്തിച്ചാലോ എന്നൊരു ചിന്തനയൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നി തുടങ്ങാൻ സമയമുള്ള സമയമാണ് ഈ ജൂലൈ മാസം എന്ന് പറയുക മേടരാശിയെ സംബന്ധിച്ചോളം കേട്ടോ. പിന്നെ ജീവിതത്തിൽ നമുക്കൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്ന ചിന്തയൊക്കെ ഇവരുടെ ഉള്ളിൽ കിട്ടുകയും ഇവർക്ക് അതിനെയൊക്കെ സുഖമായിട്ട് മറികടക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാക്കി ഈ ജൂലൈ മാസം എന്ന് പറയുക. കുടുംബ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ്. അതേപോലെ ശുഭകരമായ വാർത്തകൾ കേൾക്കാനും ശ്രമിക്കാനൊക്കെ യോഗമുള്ള സമയമാണ്. ജീവിത പങ്കാളിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ പയ്യെ കുറഞ്ഞു വരും. നിങ്ങൾ തമ്മിലൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ പയ്യെ കുറഞ്ഞ് നമുക്ക് അനുകൂലമായ സിറ്റുവേഷൻ, നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ, നമ്മളിലേക്ക് എല്ലാവരും നമുക്കൊരു അട്രാക്ഷൻ ഫോഴ്സൊക്കെ നമുക്കിലേക്ക് തോന്നി തുടങ്ങുന്ന സമയമാണ്. ജീവിതത്തിൽ നല്ല നടക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കൂട്ടാൻ പറ്റുന്നൊരു സമയം തന്നെയായിരിക്കും ഈ ജൂലൈ മാസം എന്ന് പറയുക. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുകൊടുത്ത് ഒന്ന് മയപ്പെടുത്തി ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ ഓൾറെഡി പ്രണയത്തിലായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇവർക്ക് ഒന്ന് വീട്ടിൽ അവതരിപ്പിക്കണം, വിവാഹത്തിലേക്ക് കടന്നാലോ എന്നൊക്കെ ചിന്തയുള്ളവരാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു മാസം അവതരിപ്പിക്കാൻ പറ്റുന്നൊരു മാസം തന്നെയാണ്. നിങ്ങൾ അതിന് കൃത്യമായ അനുയോജ്യമായ സമയമൊക്കെ നോക്കി നിങ്ങൾ മുമ്പോട്ടൊക്കെ ആ ഒരു പൊസിഷൻ മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്ന് അനുകൂലമായിട്ട് നിങ്ങളുടെ വിവാഹത്തിലേക്കൊക്കെ എത്താൻ സാധിക്കുന്നൊരു മാസം തന്നെയാണ് ഈ ജൂലൈ മാസം എന്ന് പറയുക. പൊതുവെ വിവാഹയോഗം ചോദിച്ചു കഴിഞ്ഞാൽ മേടരാശിക്കാർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ വിവാഹയോഗം പറയാവുന്ന സമയം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ജീവിത പങ്കാളി ആയാലും അല്ലെങ്കിൽ നമ്മുടെ പ്രണയിനി ആയാലും അല്ലെങ്കിൽ പ്രണയ ആയാലും നമുക്ക് ആരായാലും നമ്മുടെ പങ്കാളിയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്ന രീതി വിട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങൾ പയ്യെ കുറഞ്ഞു വരും. എന്നിരുന്നാലും ആ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേ മുലയിലെ നുള്ളിക്കളിയുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന് വലിയ മൈൻഡ് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനെ നമ്മളുടെ ലൈഫിലേക്ക് ഒത്തിരി ബാധിക്കാത്ത രീതിയിൽ നമുക്കത് മറികടന്നെടുത്താൻ സാധിക്കും കേട്ടോ. വിദ്യാർത്ഥികളെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് സൂര്യൻ മിഥുനത്തിലും വ്യാഴം നമുക്ക് ഇടവരാശിയിലാണ് നിൽക്കുന്നത്, അരവിന്ദ സ്ഥാനത്താണ് നിൽക്കുന്നത്. ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പഠിക്കാനും ആഗ്രഹിക്കുന്ന കോഴ്സൊക്കെ എടുത്ത് പഠിക്കാൻ അനുകൂലമായ സമയം തന്നെയാണ് ഈ ജൂലൈ മാസം എന്ന് പറയുക. നമുക്ക് അഭിനന്ദനങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ്. എഡ്യൂക്കേഷൻ ലോണിനൊക്കെ ട്രൈ ചെയ്യുന്നവർക്കാണെങ്കിൽ അതിനൊക്കെ ലഭിക്കാനുള്ള യോഗമുള്ള സമയമാണ്. പൊതുവെ നോക്കിയാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ് ഈ ഒരു ജൂലൈ മാസത്തിലും അനുഭവത്തിൽ വരിക. അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരികയില്ല. വാഹന യോഗമൊക്കെ പറയാവുന്ന സമയമാണ്, ഭൂമി യോഗം പറയാവുന്ന സമയമാണ്. പൊതുവെ സന്തോഷമായിട്ട് നിങ്ങളുടെ കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോകാനൊക്കെ സാധിക്കും കേട്ടോ.
പൊതുവെ ഇത്രയൊക്കെയാണ് മേടരാശിയെക്കുറിച്ച് ഈ ഒരു ജൂലൈ മാസത്തിൽ അനുഭവത്തിൽ വരിക ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും. ഇടവക്കൂർ അഥവാ ഇടവരാശി കാർത്തിക, മുക്കാൽ, രോഹിണി, മകേരം വരെ അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവക്കൂർ അഥവാ ഇടവരാശി എന്ന് പറയുക. അപ്പം ഇവരുടെ ജീവിതത്തിൽ പൊതുവെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നടക്കുക, ഇവർക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ നമുക്ക് കൃത്യമായിട്ട് നോക്കുമ്പോൾ ഇവർക്ക് വ്യാഴം എന്ന് പറയുന്ന ജന്മത്തിലാണ്. ഈ 13-ാം തീയതി ജൂലൈ 13-ാം തീയതിയോടെ എന്താണ് കുജനും ജന്മത്തിലേക്ക് വരികയാണ്. 10-ലാണ് ശനി വക്രത്തിൽ നിൽക്കുക, 11-ൽ രാഹു നിൽപ്പുണ്ട് അല്ലേ. അപ്പം നമ്മുടെ പഴയ ചിന്തകൾ അല്ലെ പഴയ വർക്കുകൾ പഴയ ഓരോ പ്ലാനുകളൊക്കെ നമ്മൾ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയമായിരിക്കും. പഴയതിലേക്കൊരു ചിന്ത കൂടുതൽ പോവുക, നമുക്ക് അന്നേരം ആ കാര്യം ചെയ്താലോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരിക. പണ്ട് നമ്മൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ആ തൊഴിൽ എന്താണ് ഉപേക്ഷിച്ചായിരിക്കും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ. ഇന്നിപ്പോൾ വീണ്ടും ഒരു ചിന്തന വരികയാണ്, നമുക്ക് ആ തൊഴിൽ ചെയ്താലോ എന്നൊരു ചിന്തന വരിക. അല്ലെങ്കിൽ ഞാൻ ആ പഴയത് ആ പ്ലാൻ ചെയ്ത് വെച്ച കാര്യം വീണ്ടും നമുക്കൊന്ന് പൊടിതൊട്ടി എടുത്താലോ. പണ്ടൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി. ഇപ്പം ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കുഴപ്പമില്ല, എന്നാലും നമുക്കൊരു ബിസിനസ്സൊക്കെ തുടങ്ങിയാലോ, അന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ബിസിനസ് നമുക്ക് തുടങ്ങിയാലോ എന്നൊക്കെ ഒരു ചിന്ത എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു സമയമായിരിക്കും ഈ ജൂലൈ മാസം എന്ന് പറയുക. റിസ്ക് ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ, ഒരു ബിസിനസ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു റിസ്ക് ഒക്കെ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക. വളരെയധികം ജാഗ്രത വേണം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിലേക്കൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെയാണ് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നിൽക്കണമെങ്കിൽ നിങ്ങൾ വളരെയധികം ജാഗ്രതയോടെ നല്ല എക്സ്പേർട്ടിൻ്റെ കയ്യിൽ നിന്ന്, ബിസിനസ് കൺസൾട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ ഒരു അഡ്വൈസ് ഒക്കെ സ്വീകരിച്ച് മാത്രം മുന്നോട്ട് പോകാൻ. നിങ്ങൾ എല്ലാം അറിയുന്നവർ തന്നെയാണ്, നിങ്ങൾക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും നോളജ് ഉണ്ട്, നിങ്ങൾ ബിസിനസ് ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, ഓക്കെ, എല്ലാം ശരി തന്നെയാണ്. ബട്ട് എന്ത് ചെയ്യുക, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുടെ കയ്യിൽ നിന്ന് ഒരു അഡ്വൈസ് സ്വീകരിക്കുക. അത് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളൊന്നും സ്വീകരിക്കാൻ, ജസ്റ്റ് അവരുടെ കൺസൾട്ടേഷൻ ഫീസ് കൊടുക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ഓക്കെ, അത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നല്ല ബിസിനസ് കൺസൾട്ടൻ്റ് തന്നെ കണ്ട് നിങ്ങൾ ആ കാര്യം ചെയ്യുക. കാരണം നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണ്, തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആർക്കും ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കും. അതിനെ എങ്ങനെ നോക്കിക്കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നു, അതിലാണ് നമുക്ക് കാര്യം. അതിന് കൃത്യമായ ബിസിനസ് അറിവ് നമുക്ക് ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതിനോട് ഞാൻ പറയുന്നത് നല്ലൊരു ബിസിനസ് കൺസൾട്ടൻറ്റിനെ കണ്ട് അതിന് അഡ്വൈസ് സ്വീകരിച്ചാൽ മാത്രം നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിലേക്കൊക്കെ ചിന്തിക്കുക. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങാനോ, മറ്റുള്ളവരുണ്ടല്ലോ എന്നൊരു കരുതി നിങ്ങൾ ബിസിനസ് തുടങ്ങാനോ നിൽക്കല്ലോ ഈ ജൂലൈ മാസത്തിൽ കേട്ടോ. നിങ്ങൾക്ക് അറിയാം ബിസിനസ്, നിങ്ങൾക്കൊരു അഡ്വൈസ് സ്വീകരിക്കാൻ മടിയില്ല, ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, എന്നാലും ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡ് വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച ശേഷം മാത്രം അതിലോട്ടൊക്കെ ഇറങ്ങുക. കുടുംബകാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് 13-ാം തീയതി കുജനും വ്യാഴവും ചേരുന്ന ഒരു സമയം തന്നെയാണ്. ഇവർക്ക് മനോവിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പയ്യെ കുറഞ്ഞൊക്കെ അവസ്ഥ ഉണ്ടാകും. വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിനൊക്കെ അനുകൂലമായ സമയം തന്നെയാണ്. പ്രണയിനികളെ അല്ലെങ്കിൽ പ്രണയത്തിലൊക്കെ നിൽക്കുന്നവരാണ്, നിങ്ങൾക്കതൊരു വിവാഹത്തിലേക്ക് കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാകും എന്നൊരു ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചോളൂ. നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലസിദ്ധിയൊക്കെ ലഭിക്കും. അപ്പോൾ പയ്യെ അതിൻ്റെ ഒരു എന്താണ് ഒരു രീതിയിൽ നിങ്ങൾക്കത് വീട്ടിൽ അവതരിപ്പിച്ച് വീട്ടുകാരെ അവതരിപ്പിച്ച് രണ്ടുപേരും അനുകൂലമായി നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വിവാഹമൊക്കെ നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും കേട്ടോ. വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, എഡ്യൂക്കേഷൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവെ അനുകൂലമായ സമയമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഉപരിപഠനത്തിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന സമയം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, നമുക്ക് എന്ത് കോഴ്സ് എടുക്കണം, ഏതിലോട്ട് പോകണം എന്നൊരു ചിന്ത, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോകുന്ന ആ ഒരു തൊഴിൽ നിർത്തിയിട്ട് വേറെ തൊഴിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പോണ പഠിത്തം നിർത്തിയിട്ട് വേറൊരു പഠിത്തത്തിലേക്ക് മാറണോ എന്നൊക്കെ ചിന്ത നമ്മുടെ ഉള്ളിൽ വരാൻ ചെറിയ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അതിനൊക്കെ കൃത്യമായിട്ട് ഞാൻ പറയുമെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു കരിയർ ഗുരുവിനെയോ അല്ലെങ്കിൽ കരിയർ എക്സ്പേർട്ടിനെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം പോകും. കാരണം നമ്മളൊരു കോഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ പകുതിക്ക് എത്തിക്കാൻ നമുക്ക് മനസ്സിലായി, അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റിയ കോഴ്സല്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയുള്ള കോഴ്സല്ല നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്നെങ്കിൽ അത് ഇട്ടിട്ട് അടുത്ത പഠിക്കേണ്ടി വരും. സോ അവിടെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അല്ലേ. ആ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും, നമുക്ക് നല്ല രീതിയിൽ എക്സ്പെൻസ് ആയിട്ടല്ലേ, ആ എക്സ്പെൻസ് നമ്മൾ ഒന്നെങ്കിൽ അത് കണ്ടില്ല എന്ന് വെച്ച് നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ നമ്മളല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ട, ഓക്കെ എന്തായാലും ഞാൻ വന്നു, നമുക്കിത് പഠിച്ചേക്കാം എന്ന് ചിന്തിച്ച് പഠിക്കുന്നവരുണ്ടാക്കാം. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയം നമ്മൾ പഠിച്ചു, അല്ലെ ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യാൻ പോകുന്നു, നമുക്ക് ഒരിക്കലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല അല്ലേ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ജോലി, എനിക്ക് ചുമ്മാ ഇരിക്കുന്ന ഇഷ്ടമുള്ള തൊഴിലെന്ന് പറഞ്ഞാൽ, ഇഷ്ടമുള്ള പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് ഭാവിയിൽ അത് ബാധിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നല്ലൊരു എക്സ്പേർട്ടിനെ സ്വീകരിച്ചു. ഇന്നിപ്പോൾ കരിയർ ഗുരു കാണാൻ പോകണില്ല, പഠിത്തം നിങ്ങൾക്കൊരു മുന്നോട്ട് പോകുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ എന്താണ് മെൻറ്റേഴ്സിനോട് അതിനെ ചോദിക്കുക, നമുക്ക് എന്താണ് എടുക്കേണ്ടത്,
പിന്നെ മെൻറ്റേഴ്സ് എന്ന് പറയുമ്പം നിങ്ങളുടെ എബിലിറ്റി എന്താണ്, നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അല്ലേ, നിങ്ങൾ ആരാണ് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. സോ അവർ നിങ്ങളോട് പറഞ്ഞു തരും. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് ചോദിക്കുക, പേരൻസിന് അറിയാമെങ്കിൽ പേരൻസ് പറഞ്ഞു തരും. ഇനി അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നല്ലൊരു കരിയർ ഗൈഡൻസിൻ്റെ അടുത്ത് കൊണ്ടുപോകും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ തന്നെയാണ് അല്ലേ. അത് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്, എഡ്യൂക്കേഷൻ തന്നെയാണ്. എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് മറ്റെന്തൊരു കാര്യമുള്ളൂ. സോ നിങ്ങൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ സൊല്യൂഷൻ ഒരു നല്ലൊരു കരിയർ ഗൈഡിനെ കാണുക, നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക കേട്ടോ. നമുക്ക് പൊതുവേ നോക്കുകയാണെങ്കിലും ഇടവരാശിക്ക് ഒരു മനസ്സുഖമൊക്കെ ഉണ്ടാവും. ആ മനദുഃഖമൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്കൊരു സന്തോഷത്തിൻ്റെ ആവശ്യം ഒക്കെ വന്നുകൊണ്ടിരിക്കും. ആരോഗ്യ കാര്യങ്ങളൊക്കെ ചെറിയ ശ്രദ്ധയൊക്കെ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. പൊതുവെ അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാം, അത് തരത്തിൽ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇന്ന് ഓർത്ത് ഒരിക്കലും പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ ജാഗ്രത പുലർത്താൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. സോ നിങ്ങളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഗ്നി അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഒക്കെ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ, അതിന് അടുത്ത് പണിയുന്നവർ, അതുമായിട്ട് ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യുക, വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇച്ചിരി പ്രായം ചേർന്നവർ പുതിയൊരു ശ്രമമൊക്കെ ശ്രമിച്ചാൽ പുതിയൊരു കാര്യത്തിലോട്ട് ഇറങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു തൊഴിൽ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ആ ഫീൽഡ് എങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങനെയൊക്കെ ഇറങ്ങാവുള്ളൂ. അല്ലെങ്കിൽ പലരും നമ്മളെ ചതിക്കാനും വഞ്ചിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ ഇടവരാശിയുടെ ഫലം ഇത്രയൊക്കെയാണ് കേട്ടോ. മിഥുനക്കൂറ് അഥവാ മിഥുന, മകേരമര, തിരുവാതിര, പുണർതം, മുക്കാടുന്ന 2 നക്ഷത്രമാണ് മിഥുനരാശി അഥവാ മിഥുനക്കൂറ് എന്ന് പറയുക. അപ്പൊ ഇവർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ ജോലി ബിസിനസ് സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്ന് മാറ്റിയാലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ വരാവുന്ന സമയം തന്നെയാണ്. ചിന്തകൾ മാറി മാറി വരുന്നൊരവസ്ഥയാണ്. മൈൻഡിനൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ മൈൻഡിന് ചെറിയൊരു നമുക്കൊരു കൺഫ്യൂഷൻ ബിൽഡ് ആവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. നമുക്ക് രാഹു എന്ന് പറയുന്നത് 10ലാണ്, വ്യാഴം നമുക്കൊരു ഗുണദോഷ സമ്മിശ്ര ഫലത്തെയാണ് ചെയ്യുക. അപ്പം പൊതുവെ ഒന്ന് ബാലൻസ് ചെയ്ത് ആ വരുന്ന ദോഷത്തേക്കൊന്ന് ബാലൻസ് ചെയ്ത് വിടുകയാണ് ചെയ്തത്. നമുക്ക് നല്ല നല്ല ഓപ്ഷൻസ് വരും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും എന്ത് കാര്യത്തിലും ഓപ്ഷൻസ് നമുക്ക് കിട്ടും. നമ്മളത് കൃത്യമായിട്ട് ചോയ്സ് ചെയ്ത് എടുക്കണം. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ചെറിയ ചെറിയ റിസ്ക് ഒക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എടുത്തോ, കുഴപ്പമില്ല. പക്ഷെ ഒരു ഹ്യൂജ് റിസ്ക് ആണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസ്ക് വരുന്നൊരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു ജൂലൈ മാസം ഒന്ന് വേണ്ട എന്ന് വെക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. വിവാഹ കാര്യങ്ങളിൽ കുടുംബ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും വിവാഹത്തിന് നോക്കുകയാണെങ്കിൽ വ്യാഴം നമുക്ക് അത്ര അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പ്രദാനം ചെയ്യുക. വ്യാഴത്തിൻ്റെ പ്രീതി നമുക്ക് അത്ര ഒന്നുമില്ല. എന്നാൽ നമ്മുടെ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് വ്യാഴപ്രീതിയുണ്ട്, ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എടുക്കാം, നിങ്ങളെ കല്യാണം കഴിക്കാൻ പ്രശ്നമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇല്ലാത്ത നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് അന്വേഷിച്ച് നല്ല രീതിയിൽ അവരെ ചുറ്റുപാടൊക്കെ നോക്കിയ ശേഷം മാത്രം വിവാഹമൊക്കെ കഴിക്കുക. നിങ്ങൾ ഓൾറെഡി എൻഗേജ്ഡ് ആണ്, അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു, വിവാഹത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നേക്കാം. സോ അപ്പോൾ നിങ്ങൾ നോക്കുക, എന്തെങ്കിലും നിങ്ങളെ പാർട്ട്നേഴ്സിൻ്റെ അല്ലെങ്കിൽ പാർട്ണറിൻ്റെ എന്ത് ചെയ്യുക, ജാതകം പരിശോധിച്ച് നോക്കുമ്പം കൃത്യമാണ്, ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഇടയ്ക്ക് എന്താ ചെറിയ തടസ്സങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ കുടുംബജീവിതത്തെ നോക്കുകയാണെങ്കിൽ 4 കേതു, 9 ശനി, 10 രാഹു, 12 വ്യാഴം, മൊത്തത്തിലൊരു ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് പറയാം. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ഫലമായിട്ട് നമുക്ക് പറയാം. നമുക്ക് അതുപോലെ തന്നെ അമിതമായ ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ അമിതമായ ചിന്തകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുണ്ടാക്കും, പ്രശ്നങ്ങളെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അനാവശ്യമായ ചിന്തകൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഉള്ള കുറച്ച് പ്രശ്നങ്ങളെ ഊതിപ്പെറുപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലീസ് അവോയ്ഡ് ഓവർ തിങ്കിങ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. നമുക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ ഓവർ തിങ്കിങ് വേണ്ട. എങ്ങനെയാണ് ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യുക അല്ലേ, ഓവർ തിങ്കിങ് ഞാൻ എങ്ങനെ മാറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. അത് കുറച്ച് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഓവർ തിങ്കിങ്ങിന് കമൻറ്റ് ഇടുകയാണെങ്കിൽ നമ്മളനുസരിച്ച് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. കാരണം നമ്മുടെ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു ആസ്ട്രോളജിക്കൽ ചാനലാണല്ലോ, ഒരു ഇങ്ങനെ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് അല്ലേ. എന്നിരുന്നാലും നിങ്ങൾ ഓവർ തിങ്കിങ് കമൻറ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓവർ തിങ്കിങ് ഇങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളികൾ നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ ഒരാൾ ക്ഷമിച്ച് കൊടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് അതുപോലെ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതൊരു ഡൈവോഴ്സ് അങ്ങനത്തെ ഒരു പ്രശ്നത്തിലോട്ട് വരാനും, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പം ഇങ്ങനെ
തെന്നിയില്ലാത്ത രീതിയിൽ നിൽക്കുക. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ തന്നെ മെയിനസ് എന്ന് കൊണ്ടുപോയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു രീതിയിൽ തന്നെ ഒരു ഫിക്സായി നിൽക്കുകയോ ചെയ്യാം. ആ സ്ഥാനത്ത് നിങ്ങളും റേസ് ചെയ്തോ അവരും റേസ് ചെയ്തോ പോവുകയാണെങ്കിൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധം എന്ത് ചെയ്യാം തെറ്റി മാറാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അകന്നു പോകാൻ സാധ്യതയുണ്ട്. ഡൈവേഴ്സ് ആയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇവർ അടുത്താണോ? അല്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വിഷയമുള്ളെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ ഒരാൾ കണ്ടില്ല എന്ന് കണ്ണടിച്ചു വിടുകയോ അല്ലെങ്കിൽ കേട്ടില്ലാത്ത രീതിയിൽ വിട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മാറാൻ പറ്റും. ചില സമയത്ത് നമ്മൾ തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തോന്നും അവർ വിജയിച്ചു എന്ന്, പക്ഷെ നമ്മൾ ആ തോറ്റു കൊടുക്കുന്നവരായിരിക്കും ശരിക്കും വിജയിച്ചിട്ടുള്ളത്. ഓക്കെ, കാരണം നമ്മുടെ ആ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി ഒരാൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് അല്ലേ. സോ അതാണ് ആ വിട്ടുകൊടുത്ത ആളാണ് ശരിക്കും അവിടെ വിജയിച്ചത് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് പോവുക. വലിയൊരു പ്രശ്നത്തിലേക്ക് അത് വലിയൊരു ഫാമിലി ഇഷ്യൂലോട്ട് ആക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ പ്രണയത്തിലൊക്കെ ഉള്ളവരാണ് നിങ്ങൾ, അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ പൊക്കോണ്ട് നിൽക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ പൊക്കോ മുമ്പോട്ട്. എന്ത് ചെയ്യാല്ലേ, ഒത്തിരി വ്യത്യാസമൊന്നും വരുത്താൻ നിങ്ങൾക്ക് ഇച്ചിരി ദേഷ്യങ്ങളൊക്കെ വരും. അപ്പം അതിൻ്റെ കുറച്ച് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ, അത് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എന്തായാലും വിവാഹത്തിലേക്ക് എത്തിയിട്ടില്ല, സോ നിങ്ങൾക്ക് തീരുമാനിക്കാം, കൃത്യം ഒരു ബെറ്റർ ഡെസിഷനൊക്കെ നിങ്ങൾക്ക് എടുക്കാം. സോ നിങ്ങൾ അങ്ങനെ നോക്കുക. ഒരു ദേഷ്യം ഉണ്ടെന്ന് വിചാരിച്ച് റിലേഷൻ അവോയ്ഡ് ചെയ്യണം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിക്കുന്ന തോട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് നല്ല ലൈഫാണ്. ഈ ദേഷ്യമൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. നിങ്ങൾ ആ ഒരു നിൽക്കുന്ന അവസ്ഥ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരാൾ റേസ് ചെയ്യുമ്പോൾ മറ്റൊരാൾ റേസ് ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രണയബന്ധം എന്താവാം, ബ്രേക്കപ്പിലേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. വിദ്യാർത്ഥികളുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവേ കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. പിന്നെ നാളിൽ കേൾവി നോക്കുന്നതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പഠനത്തിലൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും ഒരു എക്സ്ട്രാ കെയർ എടുക്കണം. ഒന്ന് പഠിക്കുന്നവർ 1, 2 തവണ 3 തവണ എന്നൊക്കെ റിവൈസ് ചെയ്യുക. മൈൻഡിലുണ്ടാവും ഓക്കെ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊന്ന് മറിച്ച് നോക്കുക പരീക്ഷയ്ക്ക് മുമ്പ് കയറുന്നതിന് മുമ്പൊക്കെ ആയിട്ട്. പരീക്ഷയ്ക്ക് മുമ്പ് ശരിക്കും അങ്ങനെ ഓടിച്ച് നോക്കലെന്ന് പറഞ്ഞാൽ, പക്ഷേ നിങ്ങൾ എന്ത് റിവൈസ് ചെയ്യുക. ഓക്കെ, അന്നേരം ഇന്ന് പുതിയ കൺസെപ്റ്റ് പഠിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യുക. നിങ്ങളെപ്പോൾ ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ സാധാരണ ഒരു തവണ പഠിച്ചിട്ടാണ് പോകണമെങ്കിൽ 2-3 തവണയൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ പോയി എക്സാം എഴുതുക. നിങ്ങൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നല്ല രീതിയിലൊരു എൽഡറിൻ്റെ ഒരു അഭിപ്രായം കൂടി സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കുറച്ചുകൂടി ഉചിതമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ മിഥുന രാശിക്കാരെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കുറേ ബാഡ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവാം. അല്ലെങ്കിൽ ഇനി നിങ്ങൾ സ്ഥലത്ത് പോയി അവിടെയൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ പുതിയ നല്ല കൂട്ടുകെട്ടുകൾ സ്വീകരിക്കുക. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ. ചീത്ത കൂട്ടുകെട്ടാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പയ്യെ നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിനി അവരെ നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളെ നന്നാക്കി എടുക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രമിച്ചോളൂ. പക്ഷേ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നല്ലൊരു മനുഷ്യനായ നല്ലൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഈ ചീത്ത ആളെ നന്നാക്കാൻ പോയി നിങ്ങൾ മോശമാവില്ല. ഓക്കെ, ബാഡാവാൻ പാടില്ല. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി വെച്ചുകൊണ്ട് തന്നെ നിൽക്കുക നല്ല രീതിയിൽ. അപ്പോൾ മാക്സിമം നല്ല ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, നല്ല സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പേരൻസും ശ്രദ്ധിക്കുക. മിഥുന രാശിയിലുള്ള കുട്ടികളുടെ പേരൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുക, നിങ്ങളുടെ കുട്ടികളെ ആരൊക്കെ ആയിട്ടാണ് ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാരികൾ ഇതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. ഇനിയൊരു എന്താണ് വലിയ അതിന് നിങ്ങളെ പോയി വഴക്ക് പറഞ്ഞ് അങ്ങനത്തെ സംഭവം അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്നിട്ടനുസരിച്ചുള്ള കറക്റ്റ് ഗൈഡൻസ് സ്നേഹത്തോടെ തന്നെ പറഞ്ഞു നോക്കുക. കൃത്യമായിട്ട് മക്കൾക്ക് മനസ്സിലാവും. അവരും ഇന്നത്തെ കാലം കുറച്ചുകൂടി നല്ല ബുദ്ധിയും ബോധമൊക്കെ ഉള്ളവരാണ് അല്ലേ. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെയാണ് നല്ല ഏതൊക്കെ മോശം കൂട്ടുകെട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചോയ്സ് ചെയ്താൽ നല്ല രീതിയിൽ നടക്കും. ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നിരുന്നാലും ചെറിയ ചെറിയ വേദനകളൊക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡൈജഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് പൊതുവെ മിഥുന രാശിയെ സംബന്ധിച്ച് നോക്കാനായിട്ടുള്ളത്. കർക്കിടക രാശി അഥവാ കർക്കിടക കൂറ. പുണർതം കാല് പൂയം ആയില്യം അടങ്ങുന്ന 2 നക്ഷത്രമാണ് കർക്കിടക കൂറ എന്ന് പറയുക. അപ്പോൾ കർക്കിടക രാശിക്കാർക്ക് ഈ ഒരു ജൂലൈ മാസം നോക്കുകയാണെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ 9, 10 ഭാവാധിപൻ എന്ത് ചെയ്യാണ്, ഒന്നിക്കുകയാണ് അല്ലേ. അവർ കുജനും വ്യാരും എന്ത് ചെയ്യും, ഒന്നിച്ച് ധർമ്മകർമാബ്ദി യോഗം എന്നൊക്കെ യോഗമൊക്കെ നമുക്ക് അനുഭവത്തിലേക്ക് വരികയും ജൂലൈ 13 നമുക്ക് തൊട്ട് നമുക്കൊരു അനുകൂലമായ അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം വരാം.
ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലിയൊക്കെ കിട്ടും. വളരെ കാലമായിട്ട് ജോലിക്ക് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സമയം തന്നെയാണ്. അപ്പം പലരും എന്താണ് ജോലി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ഫലങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരണില്ല. നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ഫസ്റ്റിൽ ചിന്തിക്കേണ്ട നിങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ ജോലി കിട്ടണമെങ്കിൽ ജോലിക്ക് അന്വേഷിക്കണം. നിങ്ങൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. നിങ്ങൾ നല്ല റെസ്യൂമാണോ തയ്യാറാക്കിയിരിക്കണം മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ചെയ്യാം. അടുത്ത ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആസ്ട്രോളജി എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം ചിന്തിക്കുക, ജാതക പരിശോധന നോക്കുക. ജാതകം പരിശോധിച്ചു അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ പ്രശ്നചിന്ത നടത്തി എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. നമുക്ക് പൊതുഫലം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇന്ന് നിങ്ങൾക്ക് ഓവറോൾ ഐഡിയ നിസ്സാര കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടാനാണ് നമ്മൾ പൊതുഫലം എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് വ്യക്തിപരമായിട്ടൊരു പ്രധാന കാര്യങ്ങളൊക്കെ അറിയാനാണ്, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന വലിയ പ്രശ്നമൊക്കെ ചിന്തിക്കാനാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സുപ്രധാന കാര്യം നടത്താൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വ്യക്തിപരമായിട്ട് നോക്കി തന്നെ നിങ്ങൾ നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കുകയുള്ളൂ, നിങ്ങൾക്ക് ബെറ്റർ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. നമുക്ക് നല്ല നല്ല റിസൾട്ടൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പോസിറ്റീവ് എനർജി ഒക്കെ വരുന്ന സമയം തന്നെയാണ്. ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ സാമ്പത്തിക ഇടപാടുകൾ കാര്യങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നല്ലതാണ്. ജോലി സ്ഥലത്ത് കുറച്ച് പ്രഷറൊക്കെ ഉണ്ടാവാം. ജോലി സ്ഥലത്ത് നമുക്ക് ഒരിക്കലും ഒരു കംഫോർട്ടായിരിക്കും നമ്മുടെ ജോലി സ്ഥലം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾ ചിന്തിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും 8ൽ ശനി നിൽക്കുന്നതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയുള്ളൂ. ബാക്കിയൊക്കെ നല്ല സമയം തന്നെയാണ്. അതുപോലെ തന്നെ പങ്കാളിയെ കുറച്ചുകൂടി നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിത പങ്കാളിയെ കുറച്ചുകൂടി ഭാര്യയായാലും ഭർത്താവായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പാർട്ണറെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നൊരു മാസം തന്നെയാണ് ഈ ജൂലൈ മാസം എന്ന് പറയുക. കുറേ കാര്യങ്ങളൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടത്തിയെടുക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. അതേപോലെ നമ്മൾ ഒരിക്കലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്താണോ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുക. ഓക്കെ, ചിലരുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കും, ഞാനത് മറക്കാൻ വേണ്ടി ചിന്തിക്കും. ഞാൻ മറക്കണം, എനിക്ക് ആ കാര്യം മറക്കണം, ഞാൻ മറന്നു, അല്ലെങ്കിൽ മറക്കണം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ശരിക്കും ആ കാര്യം ഓർത്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം ആ കാര്യത്തെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കാതെ പോകണ്ട. നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിലോട്ടൊക്കെ ഡീവിയേറ്റ് ആയി പോവുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈഫ് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ജൂലൈ മാസം നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്. സോ ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും കേട്ടോ. പ്രണയത്തിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കല്യാണത്തിലോട്ടൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ അവതരിപ്പിച്ചൊക്കെ നിങ്ങൾക്ക് കല്യാണത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കല്യാണം ഒക്കെ കഴിക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പോകുകയാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും നിങ്ങൾ ആരോഗ്യ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്. നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റിയ ബെറ്റർ ടൈം തന്നെയാണ്. സോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക, കൃത്യമായ പ്ലാൻ ഉണ്ടാക്കുക. ആ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ലൈഫ് സ്മൂത്ത് ആക്കാം ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. ബുധൻ കർക്കിടകത്തിൽ നമുക്ക് ബുദ്ധി നല്ല രീതിയിൽ വർക്കാക്കുന്ന നല്ല വർദ്ധിക്കുന്ന സമയമൊക്കെയാണ്. പൊതുവെ അനുകൂലമായ സമയം തന്നെയാണ് കേട്ടോ. പൊതുവെ എഴുത്തുകാർക്കൊക്കെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. ഞാൻ എഴുത്തുകാരനൊന്നല്ല എന്ന് പറഞ്ഞാൽ പോലും കർക്കിടകത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതുകയല്ല എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് കുത്തിക്കുറിക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ്. നല്ല രീതിയിൽ ഒരു പാട്ട് എഴുതാനോ കവിത എഴുതാനോ കഥയൊക്കെ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ വെച്ചാൽ അതിനൊരു ടാലൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ പൊതുഫലം ഞാൻ പറഞ്ഞു. അപ്പം അത് ടാലൻ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് അനുകൂലമായ സമയം നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ബൂസ്റ്റായി വരാൻ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യം നോക്കുക. കർക്കിടകത്തിൽ സ്ത്രീകൾക്ക് അധികമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാകാനുള്ള സാധ്യത എല്ലാം നോർമലി ഉണ്ട്. എന്നിരുന്നാലും ഈ ഒരു ജൂലൈ മാസത്തിൽ കുറച്ചുകൂടി മൂഡ് സ്വിങ്സ് കുറച്ചുകൂടി ഓവർ ആവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആരോഗ്യ സംബന്ധമായിട്ട് പൊതുവെ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം അഷ്ടമത്തിൽ ശനിയുണ്ട്, അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. ശ്രദ്ധ ഉണ്ടായാൽ മതി, പേടിയൊന്നും വേണ്ട കേട്ടോ. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടൊക്കെ കുറച്ച് ഒരു 60 വയസ്സ് മുകളിലേക്കൊക്കെ ഉള്ളവർ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ ജാഗ്രതയോടെ മാത്രം ചെയ്യുക. ഒരാളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് സാമ്പത്തിക ഇടപാടൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടി ഉത്തമമായിരിക്കും. അതായിരിക്കും കുറച്ചുകൂടി അനുകൂലമായി നിങ്ങൾക്ക് നല്ല കാര്യത്തിൽ നല്ലൊരു ഫലത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കർക്കിടക രാശിക്കാരെയും പറഞ്ഞ് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ആവാൻ സാധിക്കും കേട്ടോ. ചിങ്ങക്കൂർ അഥവാ ചിങ്ങരാശി, മകം പൂരം ഉത്തരം കാടുന്ന 2 നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയും. അപ്പൊ ഇവർക്ക് പൊതുവെ ജൂലൈ മാസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഒരു സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് പറയാവുന്നൊരു സമയം തന്നെയാണ് ജൂലൈ മാസം എന്ന് പറയുക. ഇവർക്ക് എന്താണ്, ജൂലൈ 13-ാം തീയതി കുജനും വ്യാഴം കൂടെ ഒന്നിക്കുമ്പോൾ ഇവർക്ക് അനുകൂലമായ സമയമാണ്. ചിങ്ങരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് കുജൻ എന്ന് പറയുന്നത് യോഗകാരകനാണ് അല്ലേ. ബുധൻ 12-ലാണ്. ജൂലൈ 19-ാം തീയതിയുടെ ഒക്കെ കൂടി എന്ത് ചെയ്യും, വരുമാനമൊക്കെ പയ്യെ വർദ്ധിച്ചു തുടങ്ങുന്ന സമയമായിരിക്കും. ഇപ്പോൾ മൊത്തത്തിൽ ചെലവിച്ചിട്ട് കൂടുതലായിരിക്കും.
എന്നിരുന്നാലും നിങ്ങൾക്ക് എന്താണ് ജൂലൈ 19 മുതൽ നിങ്ങൾക്ക് വരുമാനവും വർദ്ധിച്ചു തുടങ്ങും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിലവ് വരവ് ഒരു ഈക്വൽ ലെവലിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ചിലവ് വരവ് ചിലവ് വരവ് ചിലവ് വരവ് ചിലവ് വരവ് ചിലവ് വരവ് ചിലവ് ഒരു ഈക്വൽ രീതി ബാലൻസ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ തൊഴിൽ ബിസിനസ് സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ 7 ശനി നിങ്ങൾക്ക് കുറച്ച് എന്താണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വർക്ക് പ്രഷേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നല്ല ജോലി ബിസിനസ്സൊക്കെ ഉണ്ടാവാൻ യോഗമുള്ള സമയം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടാവാം. നമുക്ക് ജോലി കിട്ടി, പക്ഷെ ആ ജോലിയോട് തൃപ്തി കുറവ്, നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ഉണ്ട്, എന്നിരുന്നാലും ആ ബിസിനസ് പോരാ എന്നൊരു ചിന്ത, അല്ലെങ്കിൽ ആ ബിസിനസ് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, നമുക്ക് എന്ത് കിട്ടിയാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുള്ള അവസ്ഥ ഈ ഒരു ജൂലൈ മാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഓക്കെ, കൂടെ നിൽക്കുന്നവർക്ക് തോന്നും അവർക്ക് എന്ത് കിട്ടുന്നത് മതിയാവുന്നില്ലല്ലോ എൻ്റെ ചിന്തയൊക്കെ തോന്നും. പക്ഷെ അതൊന്നും വലിയ കാര്യത്തിൽ വേഗം വെക്കണ്ട കേട്ടോ. നിങ്ങൾ അധ്വാനിക്കുക, നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലമാണ് ലഭിക്കുക. അപ്പം അത് പേടിക്കണ്ട. പിന്നെ ആ സാറ്റിസ്ഫാക്ഷൻ കുറവിന് നിങ്ങൾ എന്ത് ചെയ്യാം, ഒത്തിരി ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാതിരുന്നാൽ മതി. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് സന്തോഷമായിട്ട് മാറി തുടങ്ങും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ. കുടുംബകാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഗുരുവും കുജനൊക്കെ ചേർന്ന് കഴിയുമ്പം നിങ്ങൾക്ക് ചില ഭാഗ്യ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കും. പങ്കാളികളുടെ ഇടയിലായാലും അനുകൂലമായ അവസ്ഥയിലേക്ക് ഉണ്ടാക്കാവും. അതുപോലെ നമുക്കൊരു ഫാമിലി സപ്പോർട്ട്, കുടുംബത്തിൻ്റെ സപ്പോർട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്ന് കിട്ടും. അതേപോലെ തന്നെ പ്രണയ വിവാഹത്തിനൊക്കെ നോക്കുന്നവർ, എസ്പെഷ്യലി ഇന്റർകാസ്റ്റ് മാരേജ് ഒക്കെ നോക്കുന്നവർക്കാണെങ്കിൽ നടക്കാൻ യോഗമുള്ള സമയമാണ്, നടത്താനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് വിവാഹ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ രാഹു ഗതി 2 എട്ടിൽ നിന്നുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ തടസ്സങ്ങളൊക്കെ ചെയ്യും. എന്നിരുന്നാലും ഇതിനൊക്കെ നമുക്ക് മറികടന്ന് കൊണ്ടുപോകാനൊക്കെ സാധിക്കും, നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. ജീവിത പങ്കാളിയുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതൊക്കെ മനസ്സിലാക്കി ഇതിനൊക്കെ ഒന്ന് ചില കാര്യങ്ങൾ വിട്ടുകൊടുത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാവാനും സ്ഥലം വെക്കാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. കുറേ കാര്യങ്ങൾ നടക്കുമ്പോഴും എന്താണ്, നമുക്കൊരു ക്ഷമ വേണം. എന്തുവരും ഇങ്ങനെ പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ക്ഷമയൊക്കെ വെച്ച് കാത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നടന്നു കിട്ടുമ്പോൾ ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരവസ്ഥയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അതുപോലെ ചില ചിന്തകൾ നമുക്ക് എന്ത് ചെയ്യും, നല്ല ടെൻഷൻ, സ്ട്രെസ്, ദേഷ്യം ഇതൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ, അതിനെ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കണമെന്നല്ല പറഞ്ഞാൽ, നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കുറച്ച് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഈ കിട്ടുന്ന കുറച്ച് നല്ല സമയങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിജയത്തിലോട്ട് എത്താൻ പറ്റും. അതുപോലെ ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊരു വൈദ്യ പരിശോധനയൊക്കെ നടത്തുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ മുതിർന്നവരുടെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിലും നിങ്ങളുടെ സേവിങ്സ് നോക്കുക. നിങ്ങൾ പുതിയ വരുമാനം ഉണ്ടാക്കാൻ നോക്കുകയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, സേവിങ്സ് സൂക്ഷിക്കാൻ നോക്കുക. നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കൈമുതൽ നഷ്ടമായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിങ്ങരാശിക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ അനുഭവമായിട്ടൊരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇത്ര കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. അധികമായിട്ട് ടെൻഷൻ അടിക്കുക, അധികമായിട്ട് എന്ത് ചെയ്യാതെ മറ്റുള്ളവരോട് പോയി വഴക്കുണ്ടാക്കാനോ ഇതൊന്നും നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ, കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. കന്നിരാശി അഥവാ കന്നിക്കൂർ, ഉത്തരമുക്കാൽ അത്തം ചിത്തിരാരുടെ 2 നക്ഷത്രമാണ് കന്നിക്കൂർ എന്ന് പറയുക. ഇവർക്ക് ഈ ഒരു മാസം നോക്കുകയാണെങ്കിൽ അനുകൂലമായ മാസം തന്നെയാണ് ഈ ഒരു ജൂലൈ മാസം എന്ന് പറയുക. ജൂലൈ 11 എന്താണ് കുജനും വ്യാഴം കൂടെ ഒന്നിക്കുകയും ഇവർക്ക് ആ പാവഗ്രഹായ എന്താണ് കുജൻ 13 ഗുരുവിനോടുകൂടെ പോകുന്നത് ഇവർക്ക് അനുകൂലമായ ഒരു കുഴപ്പമില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് എത്തുക. 6 ശനി ഇവർക്ക് അനുകൂലമാണ് ഓൾറെഡി. തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് നോക്കിയാൽ അനുകൂലമായ സമയം തന്നെയാണ്. 10 സൂര്യനും അതുപോലെ തന്നെ 10 ശുക്രൻ 11 ബുധൻ ഇവയെല്ലാം ഒരു ഭാഗ്യം, നമുക്ക് നല്ല അവസരങ്ങൾ, ഒരു ലക്ക്, മണി, വെൽത്ത്, ബിസിനസ് ഇതിനൊക്കെ ഒരു പുരോഗതി അല്ലെങ്കിൽ ഇതിലോട്ടൊരു അട്രാക്ഷനിലേക്കൊക്കെ കൊണ്ടുവരുന്ന സമയം തന്നെയാണ്, ഒരു മാസം തന്നെയാണ് ജൂലൈ മാസം എന്ന് പറയുക. പൊതുവെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ ടൈമായിട്ട് നമുക്ക് കരുതാം. ഈ ജൂലൈ മാസം എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ഈ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ മാസം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അത് മനസ്സിലാക്കുക. ഈ സമയത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു മാസം നല്ല കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഒക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. കുടുംബ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വിവാഹം നോക്കുകയാണെങ്കിൽ നമുക്ക് വിവാഹ യോഗമൊക്കെ പറയാവുന്ന സമയമാണ്. പക്ഷേ പ്രണയമായിട്ടുള്ളവർ, പ്രണയത്തിലൊക്കെ നിൽക്കുന്നവർ, നിങ്ങൾക്കത് ഈ ഒരു ടൈം നിങ്ങൾക്കത് വിവാഹത്തിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഈ ഒരു മാസം നിങ്ങൾ അതിന് വേണ്ടി ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾ നല്ലത്. നിങ്ങളിപ്പോൾ എങ്ങനെ പോകുന്നു അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുക. നിങ്ങളതിപ്പം എന്താണ് ഒരു വിവാഹത്തിലേക്കൊന്നും
കൊണ്ടുപോകാതിരിക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഗുരുവിൻ്റെ ദൃഷ്ടിയും 10-ലെ ശുക്രൻ്റെ ദൃഷ്ടിയും 11-ലെ ബുധൻ്റെ നമുക്ക് നല്ല ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പങ്കാളിയൊക്കെ നമുക്ക് കിട്ടാൻ യോഗമുള്ള സമയം തന്നെ വിവാഹം നോക്കുന്നവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓവർ എക്സ്പെക്ടേഷനുള്ളൊരു ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. നമ്മൾ എന്തൊരു കാര്യം ലോജിക്കോടെ വേണം ചിന്തിക്കാൻ. നമ്മളിപ്പോൾ ഭയങ്കര രീതിയിൽ തുലാം രാശി, അതായത് തുലാം കൂറ്. ചിത്തിര, ചോതി, വിശാഖം, മുക്കാടം രണ്ടേകാൽ നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുക. ഇവർക്ക് ജൂലൈ മാസം നോക്കുകയാണെങ്കിൽ ബുധൻ, ശുക്രൻ, ആദിത്യൻ ഇവ അനുകൂലമായ സമയമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും. തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിലും കുഴപ്പമില്ല, വലിയ
പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ബിസിനസ്സിനായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് പുതിയ ആശയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വരാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ ഒന്ന് പരിശ്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സക്സസ് ആവാൻ ചാൻസ് കൂടുതലാണ്. സോ നല്ല നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വിട്ട് കളയണ്ട. ശ്രമിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് അനുകൂലമായ സമയത്തിലോട്ട് നല്ല അനുകൂലമായ സാഹചര്യമായി മാറാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. കുടുംബകാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊതുവെ നോക്കുകയാണെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല. വിവാഹ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ജൂലൈ 13 മുമ്പായിട്ട് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ട് നടക്കും, കുഴപ്പമില്ല. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുജൻ രാശി മാറിയ ശേഷം നമ്മൾ ചെറിയ തടസ്സങ്ങൾ നമ്മുടെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങൾ ആലോചിച്ച് പക്ഷെ നടക്കാൻ പറ്റാത്ത അവസ്ഥ, എല്ലാം സെറ്റാണ് പക്ഷെ എന്തോ ഒരു അസൗകര്യമാണ്, വിവാഹം മാറ്റി വെക്കേണ്ട ഒരവസ്ഥ, അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നിരുന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ വഴക്ക്, ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുടുംബജീവിതത്തിൽ അത്ര സുഖകരമായിട്ടുള്ള അനുഭവം ഒന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ കലഹങ്ങൾ, ഒരഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരു സമാധാനക്കേട്, അതുപോലെ തന്നെ വീട്ടിൽ സാമ്പത്തികം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, എത്ര കൊണ്ടുവന്നാലും അത് ഇല്ലാത്തൊരവസ്ഥ, എത്ര വന്ന് കയറിയാൽ അത് പെട്ടെന്ന് തന്നെ കാലിയാവുന്ന അവസ്ഥ, ഇപ്പോൾ ഒരു കാരണമില്ല ഒരു ആശുപത്രി കേസ് വരിക, അങ്ങനെയൊക്കെ വന്ന് ആ ഒരു സാമ്പത്തികം നമ്മുടെ കയ്യിലിരിക്കുന്ന പയ്യെ കുറയാനുള്ള അവസ്ഥ, പൊതുവേ ഒരു അന്തരീക്ഷം തന്നെ നമുക്ക് അത്ര അനുകൂലമാവാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉള്ള സമയം തന്നെയാണ് ഈ ജൂലൈ മാസം എന്ന് പറയുക. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ അനുകൂലമായ സമയം തന്നെയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എന്തൊരു കാര്യത്തിന് എക്സ്പെൻസ് ഇച്ചിരി കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ചില കാര്യങ്ങൾക്ക് നമുക്ക് എന്താണ് പഠനത്തിന് തന്നെ എന്ത് ചെയ്യും, കുറച്ച് ഒരു എക്സ്പെൻസൊക്കെ കുറച്ച് എക്സ്ട്രാ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ ആവശ്യമാണ്, അതീവ ജാഗ്രത വെച്ച് പുലർത്തണം. അതുപോലെ തന്നെ ഭക്ഷണകാര്യത്തിലും കൃത്യമായ ഒരു നിയന്ത്രണമൊക്കെ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. പറ്റുമെങ്കിൽ മാക്സിമം കുറച്ച് എരിവൊക്കെ ഉള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ സാധനങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് ഈ ഒരു മാസം അനുകൂലമായിട്ടൊരവസ്ഥ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നെയായിരിക്കും. ജീവിതത്തിലായാലും നോക്കുകയാണെങ്കിൽ പൊതുവേ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരും. ആ ഒരു സമാധാനക്കേട് ജീവിതത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് പറഞ്ഞാൽ നമ്മൾ പുറമേ നോക്കിയ ആൾക്കാർക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ തോന്നിയില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ശരിക്കും നീറുന്ന ഒരവസ്ഥയായിരിക്കും ഈ ഒരു ജൂലൈ മാസം എന്ന് പറയുക. പൊതുവെ നോക്കുമ്പോൾ എന്താണ് പ്രഥമ ദൃഷ്ടിയാൽ நிறைய പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ജീവിതത്തിൽ. എന്നിരുന്നാലും നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇന്ന പ്രശ്നങ്ങളാണ്, എന്തൊക്കെയാണ്, എനിക്ക് ഒരു സ്വസ്ഥതയില്ല, എനിക്ക് നല്ല കറിയാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നൊരവസ്ഥയിലേക്ക് വരാൻ ചാൻസ് ഉള്ള സമയം തന്നെയാണ് ജൂലൈ മാസം എന്ന് പറയുന്നത്. കുറച്ച് പ്രായം ചെന്നവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ വലിയ തട്ടുമുട്ടൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവെ തുലാം രാശിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഉള്ളത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കി കിട്ടും കേട്ടോ.
ധനുക്കൂറ് അഥവാ ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി, അത് ധനുക്കൂറ് എന്ന് പറയുക. ഇവരെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് പൊതുവെ കുഴപ്പമൊന്നുമില്ല. ആദ്യ പകുതിയിൽ എന്താണ് നമുക്ക് ആദ്യത്തെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അപ്പം പൊതുവെ നോക്കുകയാണെങ്കിൽ പകുതിക്ക് ശേഷമാണ് അനുകൂലമായിട്ടൊരവസ്ഥ എന്ന് പറയുക. ശനി ഇവർക്ക് അനുകൂലമാണ്. ബുധൻ എന്താണ് 8-ൽ നിന്നും 9-ലേക്ക് 19-ാം തീയതി മാറുന്നുണ്ട്. അപ്പോൾ പൊതുവേ ആ കാര്യങ്ങളും കുഴപ്പമില്ല. തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പോകണമെങ്കിൽ അത് തന്നെ പോവുക. നിങ്ങൾ ഒത്തിരി ശ്രമത്തിലേക്കൊന്നും പോകണ്ട. നിങ്ങൾ ഒരു പുതിയ കാര്യം ചെയ്താലോ എന്ന ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ട. അപ്പോൾ പുതിയ കാര്യം ചെയ്താലോ എന്ന് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ ഓക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ പോവുക, അതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നിരുന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിലേക്കൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക, ശ്രദ്ധ ആവശ്യമാണ്. കുടുംബകാര്യങ്ങൾ നോക്കുകയാണെങ്കിലും നമ്മൾ എന്താണ് ഒരു കാര്യം നടക്കും എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ആ കാര്യത്തിന് എന്താ തടസ്സങ്ങളുണ്ടാവും, കാലതാമസങ്ങളുണ്ടാവും, പെട്ടെന്ന് നടന്ന് കിട്ടിയെന്ന് വരില്ല. ഒരു കാര്യം നടക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ മുന്നോട്ട് ഇറങ്ങി, പക്ഷേ ആ കാര്യത്തിന് എന്തൊക്കെ പല പല പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം, മുമ്പിൽ വന്നേക്കാം. അതിനെയൊക്കെ മറികടന്ന് വേണമായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഒരു നമ്മുടെ ലക്ഷ്യം കീഴടക്കാൻ വേണ്ടി നാം പോകാമെന്ന് പറയുന്നത്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കിടയിലുണ്ടാവാം, ജീവിത പങ്കാളിക്കിടയിലായിട്ടും കുടുംബാംഗങ്ങൾക്കിടയിലായിട്ടും സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ആയിട്ടും ഒക്കെ ഉണ്ടാവാം. അനാവശ്യമായ സംസാരങ്ങളൊക്കെ ധനുക്കൂറുകാർ ഈ ഒരു മാസം അവോയ്ഡ് ചെയ്യുന്നത് ഉത്തമമായിരിക്കും. വിദ്യാർത്ഥികളെ നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോഴും ശ്രദ്ധ ആവശ്യമാണ്. ഇറങ്ങുന്ന എന്തൊരു കാര്യത്തിനല്ല എന്തൊരു സംഭവത്തിൽ പോകുമ്പോൾ കൃത്യമായി നല്ലൊരു എക്സ്പേർട്ടിൻ്റെ കയ്യിൽ നല്ലൊരു ഗൈഡ് അല്ലെങ്കിൽ അഡ്വൈസ് സ്വീകരിച്ച ശേഷം മാത്രം പോവുക. അത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നിങ്ങൾക്ക് നല്ലൊരു ശുഭമായിട്ട് മാറാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്രൈറ്റ് ആയി സാധ്യത കുറവാണ്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിച്ച് അത്രയും സ്റ്റഡി ചെയ്ത ശേഷം മാത്രം നിങ്ങളതിലേക്കൊക്കെ ഇറങ്ങുക കേട്ടോ. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. അതുപോലെ കുറച്ച് പ്രായം ചെന്നവരുടെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് അത് തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക, അധികം വേറെ ഇതിലോട്ടൊന്നും പോകണ്ട. അതുപോലെ അനാവശ്യമായിട്ടുള്ള സന്ദർശനങ്ങൾ, അനാവശ്യമായിട്ടുള്ള കൂടിച്ചേരുകൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാൻ വേണ്ടി. അത് വിദ്യാർത്ഥികളായാലും വലിയവരായാലും ഏത് ഏജ് കാറ്റഗറി ഉള്ളവരായാലും അനാവശ്യമായിട്ടുള്ള സംസാരം അവോയ്ഡ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈഫ് സ്മൂത്ത് ആക്കാൻ പറ്റും. നിങ്ങൾ കുറച്ചുകൂടി അത് വാല്യുബിൾ ആയിട്ടൊരു തിങ്ങിലേക്ക് മാറ്റുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈഫ് സ്മൂത്താക്കി നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ് കേട്ടോ. മകരരാശി അഥവാ മകരക്കൂറ്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരക്കൂറ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം മകരരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ആ അനുകൂലമായ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പയ്യെ ഘട്ടമായിട്ട് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ പയ്യെ സോൾവ് പറഞ്ഞ് നോക്കി നിങ്ങൾ ഒരു മാറ്റവും ഇല്ല എന്ന് തോന്നിയാൽ പോലും നിങ്ങളുടെ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നോക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, പയ്യെ എന്ത് ചെയ്യുക, നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയടിക്കൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കണ്ട. പയ്യെ ആ ഒരു മാറ്റം പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെയാണ്. കാരണം അമിതമായ പ്രതീക്ഷകൾ നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും, ബാധിക്കും അല്ലേ. അത് പല കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അമിതമായ പ്രതീക്ഷകൾ എന്തിനുണ്ടോ അത് നമുക്ക് ആ രീതി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടമാകും. നമുക്ക് എന്ത് കിട്ടിയാലും ഇല്ലാത്തൊരവസ്ഥ തോന്നും. അതുകൊണ്ട് തന്നെ അമിതമായ സന്തോഷങ്ങളും അമിതമായ ചിന്തകളൊന്നും വേണ്ട. എന്നിരുന്നാലും നമ്മൾ ആ പറഞ്ഞ രീതിയിലേക്ക് നമ്മുടെ ലൈഫ് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പൊതുവെ വ്യാഴമാറ്റം നമുക്ക് അനുകൂലമായി വന്നിരിക്കുന്ന അവസ്ഥയാണ്. ഈ മാസത്തിൻ്റെ രാശിമാറ്റങ്ങളും ഒക്കെ നോക്കിയാലും നമുക്ക് പൊതുവെ അനുകൂലമായൊരു സാധനമാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആവേണ്ട ടൈമൊക്കെ ആയി. നമ്മൾ മോട്ടിവേറ്റഡ് ആവാൻ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ ഒരു വീഡിയോ കണ്ട് ഈ മോട്ടിവേറ്റഡ് ആ ഒരു ഇതിലോട്ട് പോവാതെ നമ്മൾ സ്വയം എന്ത് ചെയ്യുക, മോട്ടിവേറ്റഡ് ആവാനുള്ള ആ ഒരു ടൈം എത്തിയിരിക്കുകയാണ്. സോ ഇനി മുതൽ നമ്മൾ സ്വയം മോട്ടിവേഷൻ കണ്ടുപിടിക്കുക. നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വീഡിയോ കണ്ട് മോട്ടിവേറ്റഡ് ആവുക, അല്ലെങ്കിൽ ഒരു പറയുന്ന കേട്ട് മോട്ടിവേറ്റഡ് ആവുക, അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. സോ നിങ്ങളുടെ ടൈം നന്നാവുകയാണ്. സോ അതിന് വേണ്ടിയുള്ള പരിശ്രമം നിങ്ങൾ തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ ആ ടൈം പൂർണ്ണമായി നന്നായി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു നിങ്ങളുടെ ഒരു കരിയർ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. സോ അതിൻ്റെ ഒരു പ്രിപ്പറേഷനായ സ്റ്റേജിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കണം അല്ലേ. അതിൽ കൂടെ നിങ്ങൾ കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മാർഗത്തിൽ നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടായിരുന്നു, നിങ്ങളുടെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, പല ജീവിത പ്രശ്നങ്ങൾ, സന്ദർഭങ്ങൾ, അതെല്ലാം മറികടന്നാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കണം അല്ലേ. അപ്പം അതിൻ്റെ ആ ഒരു നല്ലൊരു കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ എടുക്കുന്നുണ്ട്.
സോ ആ സെൽഫ് മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്മൂത്തായി പോകാൻ പറ്റും. ശനി വക്രഗതി ആയതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ആ എല്ലാ ഫലങ്ങളും പയ്യെ പയ്യെ നമുക്ക് തന്ന് അല്ലെങ്കിൽ നമുക്ക് കിട്ടിത്തുടങ്ങും. അതിനായ ചെറിയ ചെറിയ താമസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇന്ന് പയ്യെ മാറി നമുക്ക് ആ ഓരോ അവസരങ്ങളും നമുക്ക് അല്ലെങ്കിൽ ഓരോ ഗുണങ്ങളും നമുക്ക് പയ്യെ പയ്യെ കിട്ടിത്തുടങ്ങുന്ന സമയം തന്നെയാണ്. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായ സമയം തന്നെയാണ്. പുതിയ അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങും. അതിനുവേണ്ടി പരിശ്രമിച്ച് കഴിഞ്ഞാൽ കിട്ടും. തൊഴിൽ കിട്ടാത്തവർക്ക് തൊഴിൽ ലഭിക്കാനൊക്കെ യോഗമുള്ള സമയമാണ്. രാഹുകേതുക്കൾ 3-9 നിൽക്കുന്ന നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാധ്യത തന്നെയാണ്. വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, വിവാഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, വിവാഹ കാര്യങ്ങൾ ഒത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെച്ച് താമസിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ നടത്താൻ ശ്രമിക്കുക. കാരണം അത് പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ ആ വിവാഹം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങൾ നോക്കുക. പെട്ടെന്ന് നടത്തുമെന്ന് വിചാരിക്കുന്ന ഒന്നും അന്വേഷിക്കാതെ പോയി പെട്ടെന്ന് നടത്താൻ എന്നല്ല ഉദ്ദേശിക്കണം. എല്ലാം അന്വേഷിക്കണം, പക്ഷെ ഒരു കാലതാമസം വെക്കാതെ തന്നെ പെട്ടെന്ന് നടത്തിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഒന്നുകൂടി വെയിറ്റ് ചെയ്യുമെങ്കിൽ ഓക്കെ, എന്നാലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വിവാഹത്തിലേക്ക് എത്തണം എങ്കിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണ്. പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിലുണ്ടാവാം, പക്ഷെ എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഒരു വിധത്തിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുന്നൊരു സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പയ്യെ കുറഞ്ഞ് നമുക്കൊരു സമാധാനം, സന്തോഷത്തിലേക്കൊക്കെ പയ്യെ നമ്മൾ തലപൊക്കി ഒന്ന് വരുന്ന ഒരു അവസ്ഥയൊക്കെയാണ് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിത പങ്കാളിയൊക്കെ ലഭിക്കാനും യോഗമുള്ള സമയം തന്നെയാണ്. വിദ്യാർത്ഥികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മൈൻഡിലുണ്ടായിരുന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ, ആ ഡൗട്ട് അങ്ങ് മാറിക്കിട്ടും. നിങ്ങൾക്ക് മൈൻഡ് കുറച്ചുകൂടി ക്ലാരിറ്റി ആവും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതാണ് എടുക്കേണ്ടത്, എന്തിലോട്ട് പോകണം, എങ്ങനെ ചെയ്യണം, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള പ്ലാന്, കൃത്യമായൊരു ക്ലാരിറ്റി നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിന് നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു വീഡിയോ കാണുന്നതായിരിക്കാം, ചിലപ്പം നിങ്ങളുടെ ഒരു മുതിർന്ന ഒരാൾ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ചിലൊരു വ്യക്തി പറയുന്നതായിരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ മൈൻഡിന് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. മകരരാശിയെ സംബന്ധിച്ച് സെൽഫ് മോട്ടിവേറ്റ് ആയിരിക്കണം. നിങ്ങൾ കോൺഫിഡൻസ്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ കോൺഫിഡൻസും കൂടി ഒന്ന് ബിൽഡ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സക്സസ് ആക്കാൻ പറ്റും. നിങ്ങളുടെ സ്റ്റുഡൻസ് സംബന്ധിക്കുകയാണെങ്കിൽ നല്ലൊരു സമയം തന്നെയാണ് ഈ മകരരാശിയെ സംബന്ധിച്ചോളം ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് സപ്പോർട്ടൊക്കെ കിട്ടും. ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും പുറത്തുനിന്നൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടൊക്കെ കിട്ടും. ഓക്കെ, അതൊക്കെ ഒന്നും ഓർത്ത് പേടിക്കേണ്ട, വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകും. ഒരു ആരോഗ്യ സംബന്ധമാക്കി നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും രോഗങ്ങൾക്ക് ഉണ്ടായിരുന്നവർക്ക് അത് അനുകൂലമായിട്ട് അത് കുറഞ്ഞു വരിക, അല്ലെങ്കിൽ കൃത്യമായ മരുന്ന് ലഭിക്കുക, അല്ലെങ്കിൽ മരുന്ന് ഫലപ്രാപ്തി കണ്ടു തുടങ്ങുക, ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന അത് പയ്യെ മാറിക്കിട്ടുക, അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരികയാണ്. മുതിർന്നവരൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വിജയിക്കാനൊക്കെ സാധിക്കും. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് നല്ല അനുകൂലമായ സമയം തന്നെയാണ് കേട്ടോ. പൊതുവെ നോക്കിയാൽ മകരരാശിയെ സംബന്ധിച്ച് നോക്കിയാൽ ജൂലൈ മാസം ഓക്കെയാണ്, നല്ലതാണ്, വിഷയങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് ഓക്കെയാണ് കേട്ടോ, വിജയിക്കാനൊക്കെ സാധിക്കും. കുംഭക്കൂറ് അഥവാ കുംഭരാശി, അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാടങ്ങുന്ന 2 നക്ഷത്രമാണ് കുംഭരാശി അഥവാ കുംഭക്കൂറ് എന്ന് പറയുക. ഇവരെ സംബന്ധിച്ച് ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല മാസം തന്നെയാണ്. ആ മാസത്തിന് പകുതിക്ക് ശേഷം അത്ര നല്ല സമയമാണെന്ന് ചോദിച്ചാൽ അത്ര നല്ലതല്ല, എന്നാൽ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ കുഴപ്പമില്ല. തൊഴിൽ ബിസിനസ് സംബന്ധമാക്കി നോക്കിയാലും നമുക്ക് അനുകൂലമായ സമയമാണ്, തൊഴിൽ നേട്ടം പറയാൻ സമയമാണ്, നമുക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. ബിസിനസ്സിലായാലും പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന സമയം തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ്, ഓക്കെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിക്കല്ല. ഈ സമയം നിങ്ങൾ നന്നായി അധ്വാനിക്കണം, നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, റെസ്റ്റ് എടുക്കല്ല. ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല ഒരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസൊക്കെ സ്വീകരിച്ച ശേഷം മാത്രം പോവുക, അതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. കുടുംബകാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം എങ്ങനെയാണ് പോട്ടെ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കോട്ടെ. അത് നിങ്ങളത് മെച്ചപ്പെടുത്താൻ നിൽക്കണ്ട, കുറയ്ക്കാൻ നിൽക്കണ്ട. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓക്കെ അങ്ങനെ തന്നെ പൊക്കോട്ടെ, അതായിരിക്കും ഈ മാസം നല്ലതെന്ന് പറഞ്ഞത്. ഞാൻ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ സഹായമൊക്കെ സ്വീകരിച്ച് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ, അതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഒരു പ്രശ്നത്തെയും അങ്ങനെ വലുതാക്കിയൊന്നും എടുക്കണ്ട. ചില കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് തന്നെ വെക്കേണ്ടി വരും ഈ ഒരു മാസം എന്ന് പറയുന്നത് കുംഭരാശിയെ സംബന്ധിച്ചോളം. അത് അങ്ങനെ തന്നെ വെക്കുക. ഇത് ഊതിപ്പീർപ്പിച്ച് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആർക്കും പറ്റും. ഒരു പ്രശ്നത്തെ ക്രിയേറ്റ് ചെയ്യാൻ ഏതൊരു വ്യക്തിക്കും പറ്റും. ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. നമ്മൾ ശ്രമിച്ചാലും വേറെ 100 പേര് ശ്രമിച്ചാലും ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയെന്നുമില്ല. സോ ഒരു പ്രശ്നത്തിനെ ഉണ്ടാക്കാൻ എളുപ്പമാണ് മനസ്സിലാക്കുക, ആ പ്രശ്നത്തെ തന്നെ സോൾവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ പ്രശ്നം വലുതാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് കുംഭരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു മാസം നല്ലതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വിവാഹ കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ
നോക്കുകയാണെങ്കിൽ അത്ര പോരാ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം 2 മാസം നിങ്ങൾ മാറ്റി വെക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ജാതകം ഒന്നും പരിശോധിച്ച് വ്യക്തമായിട്ട് പരിശോധിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടൊക്കെ നടത്തുക. അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിക്ക് എത്ര അനുകൂലമായ സമയമൊക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ നോക്കുന്നതൊക്കെ ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. പ്രണയികൾക്കും പ്രണയം വിജയത്തിന് നോക്കി കഴിഞ്ഞാൽ അത്ര അനുകൂലമായ സമയമല്ല. പ്രണയ കാര്യങ്ങൾ നോക്കിയാലും ചെറിയ വ്യത്യാസങ്ങൾ പ്രണയത്തിലുള്ള ചെറിയ ബ്രേക്കപ്പ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. വിദ്യാർത്ഥികളെന്ന് നോക്കി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളൊക്കെ ചിന്തയിലുണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളിൽ അനുസരിക്കാൻ ചെറിയ മടികളൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി സ്വീകരിച്ച് അഡ്വൈസ് സ്വീകരിച്ച ശേഷം മാത്രം മുന്നോട്ട് പോവുക. അതായിരിക്കും കുറച്ച് നല്ലതെന്ന് പറയുന്നത്. സ്വന്തം അഭിപ്രായം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സ്വന്തം അഭിപ്രായം എടുക്കണം, എന്നിരുന്നാൽ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ കൂടി കേട്ടിട്ട് മാത്രം അതൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ അല്ലെങ്കിൽ ശരി ചെയ്ത് തെറ്റിയതെന്ന് മനസ്സിലാക്കാത്തൊരവസ്ഥയൊക്കെ സംഭവിക്കാം. നമുക്ക് തോന്നും നമ്മൾ പറയുന്നത് ശരിയാണ്, പക്ഷെ അത് തെറ്റായിരിക്കാം. സോ അതുകൊണ്ടാണ് പറയുന്നത് മുതിർന്ന ഒരാളുടെയും കൂടി അഭിപ്രായം സ്വീകരിക്കുക. മുതിർന്ന ഏതൊരാളുടെ എടുക്കാവോ ഇല്ല, നിങ്ങൾക്ക് അഭിപ്രായം തരാൻ പറ്റുന്ന ഒരാൾ, അതിന് നിങ്ങൾ ഒരു ഫീൽഡ് എടുക്കാൻ പോകണം. ആ ഫീൽഡായിട്ട് റിലേറ്റ് വർക്ക് അറിയാവുന്നവരെ അവരതിനെക്കുറിച്ച് പറഞ്ഞു തരും. നിങ്ങൾക്ക് അത് പറ്റുമല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പോവാം. ആരോഗ്യ സംബന്ധം പൊതുവെ നോക്കുകയാണെങ്കിലും നമ്മൾ ഒരു എക്സ്ട്രാ ടേക്ക് കെയർ ഒക്കെ ചെയ്യുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാം. നമ്മൾ പൊതുവെ നോക്കിയെങ്കിൽ റൂള് റെഗുലേഷനൊക്കെ പക്കയായിട്ട് ഫോളോ ചെയ്യുക. അതിനൊന്നും ഇത് പറ്റില്ല. വാഹനമൊക്കെ ഓടിക്കുന്നവരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുമ്പക്കോ രാശി ജനിച്ചിട്ടുള്ളവർ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് റൂളിലൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇച്ചിരി പ്രായത്തിൽ പോകുന്നതായ ജന്മശനി മാറിയൊക്കെ ഓക്കെ ആയിട്ടുള്ള സമയമാണ്. മാറിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. പോകുന്ന പോലെ തന്നെ അങ്ങ് പൊക്കോട്ടെ, അത് തന്നെയായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ജന്മശനി മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ലൈഫ് സെറ്റാക്കാൻ പറ്റും. കുംഭരാശി പൊതുവെ നോക്കിയാൽ അനുകൂലമായ സമയം തന്നെയാണ് കേട്ടോ. എന്നിരുന്നാലും മാസപകുതിക്ക് ശേഷം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എന്നിരുന്നാലും കുഴപ്പമില്ല. ഒക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. മീനരാശി അഥവാ മീനക്കൂറ്. പൂരിട്ടാതി കാല ഉത്തിരിട്ടാതി രേവതി അടങ്ങുന്ന 2 നക്ഷത്രമാണ് മീനരാശി അഥവാ മീനക്കൂറ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഒരു ജൂലൈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ ധൈര്യമൊക്കെ ഒന്ന് വർദ്ധിക്കുന്ന മാസം, അല്ലെങ്കിൽ നമുക്ക് നല്ല സഹായങ്ങളൊക്കെ ലഭിക്കുന്ന മാസമായിട്ട് നമുക്ക് പറയാം ജൂലൈ മാസം എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായി നോക്കുകയാണെങ്കിലും തൊഴിലിനൊരു മാറ്റം ഒക്കെ വരാനുള്ള സാധ്യതയാണ്. പക്ഷെ അനുകൂലമായൊരു മാറ്റത്തിലേക്കൊക്കെ വരാനുള്ള സാധ്യത. വിദേശത്തൊക്കെ പോകാൻ യോഗമുള്ള സമയമാണ്. പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന സമയം തന്നെയാണ്. പുതിയ പുതിയ അവസരങ്ങൾ നമ്മുടെ തേടിയെത്തും. അവസരങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായി മാറ്റാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്ന മാസം തന്നെയാണ്. വരുമാനം എത്ര വന്നാലും അത്ര തന്നെ ചിലവ് വരുന്നൊരു മാസം തന്നെയായിരിക്കും. സോ അത് വളരെയധികം ശ്രദ്ധിക്കുക. 100 വന്നാൽ 100 അതിന് ചിലവാകാൻ, അല്ലെങ്കിൽ 110 ചിലവാകാൻ ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കി ജീവിക്കുക, റിയാലിറ്റിയെ സമ്മതിക്കുക. പിന്നെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സ്ഥിരമായിട്ടില്ല അല്ലേ. അപ്പം നത്തിങ് വിൽ കോൺസ്റ്റൻ്റ് ആണ്. സോ അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. നമ്മൾ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോവുക. ഓക്കെ, ഒഴുക്കിനെതിരെ നീന്താൻ പോകണ്ട ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പൊക്കോട്ടെ, അതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ആ ഒഴുക്കിന് എതിരെ നീന്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നല്ലത് നിങ്ങൾ ഈ ഒരു മാസം ഒഴുക്കിനെതിരെ നീന്താൻ പറ്റിയ മാസങ്ങൾ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പം ഈ ഒരു മാസം നിങ്ങൾ ഒഴുക്കിനനുസരിച്ച് തന്നെ അങ്ങ് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഫാമിലി അല്ലെങ്കിൽ കുടുംബ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങൾ, അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത. വിവാഹ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും നിങ്ങൾ അന്വേഷിച്ച് മാത്രം നടത്തുക. കൃത്യമായി അന്വേഷിച്ച് പങ്കാളിയെക്കുറിച്ച് അന്വേഷിച്ച് മാത്രം അവരുടെ ജീവിതം, ചുറ്റുപാടുകൾ ഇതൊക്കെ അന്വേഷിച്ച ശേഷം മാത്രം എടുത്തു പിടിച്ചതിന് പറഞ്ഞ രീതിയിൽ നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രണയത്തിനിടയിൽ ചില സംശയ രോഗം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിൽ അനുകൂലമായ സമയമാണ്. എന്നിരുന്നാലും ചിലവുകളൊക്കെ വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുമ്പോഴും എക്സ്ട്രാ ടേക്ക് കെയർ ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രകളൊക്കെ ചെയ്യുമ്പോൾ അനുകൂലമാണോ അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുമ്പം ശ്രദ്ധിച്ച് തന്നെ പോവുക. അത് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിപ്പം നമ്മുടെ സ്വന്തം വാഹനത്തിലല്ലെങ്കിൽ പോലും പോകുന്നെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ച് മാത്രം യാത്രകളൊക്കെ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇച്ചിരി 60 വയസ്സ് മുകളിലൊക്കെ ഉള്ളവരുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ 12ലാണ് ശനി. അതുകൊണ്ട് തന്നെ നമുക്ക്
എന്തൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് അത് മേഖല എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് ആ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം ആ കാര്യങ്ങൾ ചെയ്യുക, അതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം ചില പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അത് മനസ്സിലാക്കുക, ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ തീർക്കുക. ഇങ്ങനെ രാഷ്ട്രീയം സംബന്ധിച്ചാലും വലിയ പേടിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ എന്നിരുന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി നിങ്ങൾക്ക് ഓക്കെ സ്മൂത്ത് ആണ് കേട്ടോ. നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും. പേടിക്കേണ്ട, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ന്യൂനമായിട്ട് ചെയ്യുക. പിന്നെ എന്താണ്, കുറച്ചൊക്കെ നമ്മുടെ ജാതകവും ഒന്ന് പരിശോധിച്ച് വ്യക്തിപരമായിട്ടുള്ള മാസഫലം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ലഭിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതുവെ എന്താണ് രാശിഫലം എന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മളൊന്ന് കൃത്യമായിട്ട് നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ചില പ്രശ്നങ്ങൾ നമ്മൾ വലുതാണ് വിചാരിക്കുന്നതുകൊണ്ട് വലുതാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നിസ്സാരം മറ്റുള്ള നോക്കുമ്പോൾ അത് ചെറിയ പ്രശ്നമായിരിക്കാം, പക്ഷെ നമ്മുടെ ദൃഷ്ടിയാൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുകയാവാം. അപ്പം ആ വലിയ പ്രശ്നം എന്താണ് എങ്ങനെ സിമ്പിളായിട്ട് പരിഹരിക്കാം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് നമ്മുടെ ബുദ്ധിയും നമുക്കൊരു ലോജിക്കൊക്കെ ഉപയോഗിച്ച് നമുക്കതിനൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലേ. അപ്പം അതിനെ കൃത്യമായിട്ട് വീക്ഷിക്കുക. അതുപോലെ തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നു, പുതിയൊരു ആരംഭം തുടങ്ങുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിനൊക്കെ നമ്മൾ ഈ പൊതുഫലം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. കാരണം നിങ്ങൾ തന്നെ പലപേരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഫലങ്ങളൊന്നും പകുതി ലഭിക്കുന്നില്ല എന്ന്. അപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടൊരു കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് കൃത്യമായി എക്സ്പേർട്സിനോട് ചോദിച്ച് തന്നെ മുന്നോട്ട് പോകുക. നമ്മൾ വ്യക്തിപരമായിട്ടൊരു പ്രശ്നം നോക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ആസ്ട്രോളജി കൺസെപ്റ്റ് മാത്രം പോലെ നമ്മൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കൺസെപ്റ്റ് നിങ്ങൾ ചെയ്തിരിക്കണം. ബിസിനസ് റിലേറ്റഡ് കൺസെപ്റ്റ് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫീൽഡ് നിങ്ങൾക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ളവരോട് നിങ്ങൾക്ക് അഡ്വൈസ് സ്വീകരിക്കാം. അല്ലെങ്കിൽ അത്യാവശ്യം ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നോളജ് ഉള്ളവരോട് നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്യാം. എന്നിട്ട് മാത്രം നിങ്ങൾ ഈ ആസ്ട്രോളജി പ്രൊഡിക്ഷൻ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നടക്കില്ല അല്ലേ. കാരണം എന്താണ്, നമുക്ക് നല്ല ഫലങ്ങളുള്ള സമയത്ത് നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാര്യവും ഉണ്ടാവില്ല അല്ലേ. നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് തൊഴിൽ കിട്ടുകയുള്ളൂ അല്ലേ. ആ തൊഴിലനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ നല്ല സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കുകയും കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും നമ്മുടെ ഗോൾസ് ഒക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു അട്രാക്ഷൻ കൂട്ടി വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വർക്ക് ചെയ്യാനുള്ള വർക്ക് ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ മോശ സമയമാണ്, റിസ്ക് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് ജാഗ്രത എടുക്കണം, അതിനുള്ള ശ്രദ്ധ കൊടുക്കണം, അതിന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ജീവിതത്തിൽ നല്ല ഇത് വിജയിക്കാനും സാധിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. പൂർണ്ണമായിട്ട് തന്നെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പകുതി നമ്മുടെ രാശിഫലം മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള പറഞ്ഞ ഐഡിയാസ് ഒന്നും ലഭിക്കില്ല അല്ലേ. ആ ഒരു ഐഡിയയും കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പെൻഡുല ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറുമായിട്ട് ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇൻട്രസ്റ്റ് ടു ജോയിൻ പെൻഡുല ആസ്ട്രോളജിനോ അല്ലെങ്കിൽ പെൻഡുല ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെന്നോ ആ വാട്സപ്പ് മെസ്സേജിൽ ഇടുക. വേറെ ഹായ് അല്ലെങ്കിൽ നമസ്കാരം ഒന്നും ഇടാതെ, അല്ലെങ്കിൽ ആദ്യം നമസ്കാരം ഇട്ടാലും കൃത്യമായ കാര്യം നിങ്ങൾ കൺസൾട്ടേഷൻ ആണോ അല്ലെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യാനാണോ എന്ന് കൃത്യമായി ആ ഒരു മെസ്സേജിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഓഫീസ് സ്റ്റാഫിന് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പെൻഡുല ജ്യോതിഷം നമ്മൾ അടുത്ത ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത ബാച്ച് ആരംഭിക്കുക. അപ്പം ആ ബാച്ചിലേക്ക് നമുക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഒരു പൊതുഫലം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. അത് നമുക്ക് ആർക്കെടുക്കാൻ പറ്റില്ല. നമുക്ക് തന്നെ അറിയാം, ഈ ഒരു വീഡിയോ കാണുന്ന എത്ര പേരുണ്ടോ അത്രയും പേരുടെയും പൊതുവായിട്ടാണ് നമ്മൾ ഈ ഒരു ഫലം പറയുന്നത് അല്ലേ. മേടരാശി അല്ലെങ്കിൽ ഇടവരാശി മിഥുനരാശി ഓരോ രാശിക്കാരുടെയും ആ രാശി ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലം. സോ എന്താണ് ഇവിടെ ഈ ഒരു രാശി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നക്ഷത്ര വ്യത്യാസം ഉണ്ടാവാം. അതേപോലെ തന്നെ എന്താണ് നിങ്ങൾ പല സറൗണ്ടിങ്ങിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ പലതായിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷൻ പലതായിരിക്കാം, നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യം പലതായിരിക്കാം. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഒരു ക്യാരക്ടർ ബിൽഡ് ആവുന്നത് അല്ലേ. ക്യാരക്ടർ ബിൽഡ് ആവുന്നതനുസരിച്ചാണ് നമുക്കുണ്ടാവുന്ന ഓരോ റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊക്കെ ഉപരി എന്താണ് നമുക്ക് മുൻജന്മ കർമ്മവും നമ്മുടെ ഈ ഒരു ലൈഫിൽ ബന്ധിച്ചിരിപ്പുണ്ട് അല്ലേ. അപ്പം ഈ മുൻജന്മ കർമ്മവും നമ്മളുമായിട്ട് ബന്ധിക്കുമ്പോൾ അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ വളർച്ചയിൽ ഒത്തിരി പേർക്ക് എന്താണ് അസൂയ കുശുമ്പ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
നമുക്ക് തന്നെ ചില ആൾക്കാർ വരുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ കുശുമ്പ് വന്നേക്കാം. അപ്പോൾ എന്താണ്, നമ്മുടെ ആ തോന്നൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ചിന്തയാണ്, ആ ചിന്തയ്ക്ക് നമ്മളൊരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ടല്ലേ. അപ്പം അതൊക്കെ ചിന്തിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് നല്ലത് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലത് അങ്ങോട്ട് കൊടുക്കണം അല്ലേ. നമുക്കൊരാൾക്ക് നന്മ ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് നമുക്ക് നന്മ തരാൻ സാധിക്കുള്ളൂ, നമ്മളിലേക്ക് നന്മ എത്തുകയുള്ളൂ അല്ലേ. അപ്പം ഈ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും, അല്ലെങ്കിൽ നമ്മൾ പലരും പറയാണ്ട് എനിക്ക് മാത്രമേ എപ്പോഴും ഈ മോശ സമയം സംഭവിക്കുന്നുള്ളൂ, മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾക്ക് ഭയങ്കര നല്ല സമയമാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാം. അതിന് കാരണം ചിലപ്പം അവർക്ക് ആ ടൈമിൽ നല്ല ദൈവാധീനം ഉണ്ടാവാം. അത് മാത്രമല്ല, അവരെന്ത് ചെയ്യാം, മുൻജന്മ കർമ്മത്തിൽ അവർ നല്ല ഫലങ്ങൾ ചെയ്തിട്ടുണ്ടാകും, അതിൻ്റെ ഫലങ്ങളൊക്കെ അവർ ഈ ജന്മത്തെ അനുഭവിക്കുക. അപ്പം നിങ്ങൾ ഈ ജന്മത്തിൽ മാക്സിമം നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടിരുന്നപ്പോഴും ഈ ജന്മത്തിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം മുൻജന്മ കർമ്മം ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ജന്മത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പം അത് മനസ്സിലാക്കുക. ഒരു നല്ല കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും വ്യക്തിപരമായിട്ട് പ്രശ്നം നോക്കി, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ജാതകം പരിശോധിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നം ചിന്ത ചെയ്യുകയോ ചെയ്യണം നിർബന്ധമായിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് അനുകൂല സമയമാണ്. നമ്മുടെ ജാതകത്തിൽ നമുക്ക് പക്ഷേ മോശമാണെങ്കിൽ നമുക്ക് ഈ അനുകൂല ഫലം നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എപ്പോഴും മോശമായി സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിന്തിക്കുക. ഇത് പൂർണ്ണമായിട്ട് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. പേരും നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും. പേരും നക്ഷത്രം വ്യക്തമായിട്ട് തന്നെ ഇടുക കേട്ടോ. പേര് നക്ഷത്രം എന്ന രീതിയിൽ തന്നെ ഇടുക. ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഉണ്ടെങ്കിൽ ആ ഒരു മെസ്സേജിലായിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് മെസ്സേജ് ഇട്ടാലും കുഴപ്പമില്ല, മിക്സായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരാളുടെ പേര് നക്ഷത്രം വേറൊരാളുടെ പേര് മാത്രം എടുത്ത് അടുത്ത കമൻറ്റ് നക്ഷത്രം മാത്രം ഇട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള മെസ്സേജ് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുകയുള്ളൂ. കൃത്യമായിട്ടുള്ളവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ഇതിൽ നമ്മൾ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെൻഡുലം ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് പെൻഡുലം ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് ഇടുക കേട്ടോ. എന്നാൽ മാത്രമാണ് അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. നിങ്ങൾ കോഴ്സിന് വന്നതാണ്, കൺസൾട്ടേഷന് വന്നതാണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. കോൾ ചെയ്തോളൂ. കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ. വിളിച്ച് എപ്പോഴും കിട്ടുന്ന നിർബന്ധമില്ല. വാട്സപ്പ് ചെയ്തിട്ടാൽ എപ്പോഴും കാണുമ്പോൾ എന്ത് ചെയ്യും, ഓഫീസ് സ്റ്റാഫ് നമ്മളോ ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, അതിന് റിപ്ലൈ കൃത്യമായിട്ട് നൽകും കേട്ടോ.